കേരളത്തിൽ ഈ SIR പ്രക്രിയ ഒന്നാമത്തെ കാര്യം തന്നെ ഈ സമയത്ത് നടത്തുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഉയർന്നു വന്നത്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് ഏറ്റവും അതിൻ്റെ മൂർധന്യ അതിൻ്റെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള ഈ SIR നടത്തുന്നത് തീർച്ചയായിട്ടും അത് വോട്ടർമാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ആർക്കും ഉദ്യോഗസ്ഥർക്കും ആർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒന്നല്ല. അതുകൊണ്ട് തന്നെ BJPയുടെ ഒരു ഇംഗിതത്തിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ കർണാടകയാണെങ്കിൽ തമിഴ്നാടാണെങ്കിലും കേരളമാണെങ്കിലും ബംഗാളൊക്കെ മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രക്രിയ നടത്തുന്നത് തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ബീഹാറിൽ കണ്ടതാണ്, അത് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ അതിന് BJPയോടൊപ്പം CPM കൂടി കൂടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വൈഷ്ണവി ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിലൊക്കെ CPM എടുക്കുന്ന നിലപാട് എന്താണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഈ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഈ പണ്ട് ഉണ്ടായിരുന്ന മാർഗങ്ങളൊക്കെ മാറ്റി നൂതന സംവിധാനം BJP കൂടി കണ്ടുപിടിച്ച സംവിധാനം CPM കൂടി ഏറ്റെടുക്കുന്നത് ശരിയായ നടപടിയല്ല. ഇവിടെ ഈ BLA ഇപ്പോൾ ഇവിടെ അദ്ദേഹം കൂടെ ഉണ്ടല്ലോ, അദ്ദേഹം ഇവരുടെ ഒപ്പം പോയി എന്നുള്ളതിനെ സംബന്ധിച്ച് ഉണ്ടായ തർക്കവും പരാതികളും ഒക്കെയാണ് ഇതിനകത്തുണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന്, അവിടെ CPM ഈ തരത്തിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ വോട്ടുകളെ ഇല്ലാതെയാക്കാനുള്ള ശ്രമം നടത്തും എന്നുള്ളതാണ്. നമ്മൾ വോട്ട് ചോരിയൊക്കെ രാജ്യത്ത് മുഴുവൻ നമ്മൾ ഒരുമിച്ച് നിന്ന് ആരോപണം ഉന്നയിക്കുമ്പോഴും ഈ കേരളത്തിലെ CPM അതിൻ്റെ ഒരു എട്ടത്താപ്പ് കാണിക്കുന്നതിൻ്റെ കാര്യം കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കൊണ്ടുവരുന്നത് ഒരു വശത്ത് നിൽക്കുന്നു. മറ്റത് ഇവരെ സംബന്ധിച്ചോളം ഇത്രയും ഈ പകൽ മുഴുവൻ 3 തവണ ഓരോ വീടുകളിലും കയറി ഇറങ്ങണം എന്നുള്ളൊരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ട്. അവരെ സംബന്ധിച്ചുള്ള ഇപ്പോൾ നേരത്തെ ഒരു സഹോദരി ഇവിടെ പറഞ്ഞതനുസരിച്ചുള്ള ഏതൊരു വർക്കിംഗ് എൻവയൺമെൻറ്റും ടോക്സിക് ആവാതിരിക്കാൻ നോക്കണം. ആ ടോക്സിക് ആവാതെ ഇരുന്നുകൊണ്ട് ആ വർക്ക് എൻവയൺമെൻറ്റ് നടത്തേണ്ടത് അത് നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥരുടെയും സംവിധാനത്തിൻ്റെയും ഉത്തരവാദിത്വവും ചുമതലയാണ്. അതിന് പകരം വളരെ എന്താ പറയുക, ഒരു ഷോർട്ട് ടേമിൽ നിന്നുകൊണ്ട് ഇത് നടപടി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന പ്രഷർ, ഇന്നിപ്പോൾ മറ്റൊരു സഹോദരിയുടെ പുറത്തു വന്ന ഒരു ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തുന്ന ഉൾപ്പെടെ ഇവരെ എല്ലാവരെയും അനാവശ്യമായ സമ്മർദ്ദം ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യാം. ഇതിന് ഉത്തരം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്തിനാണ് ഈ 1 മാസത്തെ സമയം, അത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വെച്ചുകൊണ്ട് ഇത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ധൃതിയും വാശിയും പിടിക്കുന്നത് എന്തിനാണ്? 12 സംസ്ഥാനം കഴിഞ്ഞാൽ ഇനി ഈ അടുത്തെങ്ങും തെരഞ്ഞെടുപ്പുകൾ ഇല്ലാത്ത സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടെ തീർക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇത് വരുന്നവല്ല. അപ്പോൾ ഇതെല്ലാം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി, വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കി, ഇതിൻ്റെ മറവിലൂടെ അട്ടിമറി നടത്തുക എന്നുള്ള BJPയുടെ നയം ഒരു ഭാഗത്തുണ്ട്. അതിനെ ഫലവത്തായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന പോലെ CPM മറുഭാഗത്ത് നിൽക്കുകയാണ്. BLOമാരെ എല്ലാം ഭീഷണിപ്പെടുത്തി ചെയ്യുന്നതും. അതുമാത്രമല്ല, കേരളത്തിലെ BLOമാരുടെ സംവിധാനം ബഹുഭൂരിപക്ഷം ഇന്ന് CPMന്റെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ഇത് എല്ലാം ഈ തരത്തിൽ നടത്തുന്നത് ഒരു വലിയ പ്ലാനിൻ്റെ കൂടി ഭാഗമായിട്ട് കാണാൻ സാധിക്കുള്ളൂ. അത് ഈ പാവപ്പെട്ട BLOമാർക്ക് കൊടുക്കുന്ന സമ്മർദ്ദവും, അത് രാഷ്ട്രീയ സമ്മർദ്ദവും അതുപോലെ തന്നെ തൊഴിൽപരമായ സമ്മർദ്ദവും എല്ലാം വളരെ വലുതാണ്. ഒരു പുതിയ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഈ 2025 കാലഘട്ടത്തിലൊക്കെ ഇത്തരത്തിലുള്ള നയങ്ങളാണോ, ഇത്തരത്തിലുള്ള എന്താ പറയുക, സുതാര്യമല്ലാത്ത, ഇത്രമാത്രം ധൃതി പിടിച്ച് ഒരു അജണ്ട വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളതാണോ ഉള്ള ചോദ്യം ഞങ്ങൾ നേരത്തെ തന്നെ ഉയർത്തിയത്. ആ ചോദ്യം കുറെ കൂടി പ്രസക്തമായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കേരളം. ശരി, ശ്രീ രാജു, പിന്നെ ഞാൻ അങ്ങനെയൊക്കെ വരാം.